മെല്ലെ തുറന്ന് അകത്തേക്ക് കയറിയവൾ. ഇപ്പോഴും അതേ കിടപ്പാണ് ഹരി. കമിഴ്ന്നു കിടന്ന് തലയണയെ കെട്ടിപ്പിടിച്ച് പുതച്ച പുതപ്പ് താഴെ കിടപ്പുണ്ട്. താൻ എഴുന്നേറ്റ് പോകുമ്പോൾ നേരെയുണ്ടായിരുന്നല്ലോ. പുതപ്പെടുത്ത് ഒതുക്കി ബെഡിൽ വെച്ചവൾ ഒരു നിമിഷം അവനെ നോക്കി ഓരത്തായി ബെഡിലിരുന്നു. ശാന്തമായി കിടന്നുറങ്ങുന്നവൻ. എന്നാൽ ആ ചുണ്ടിൽ എപ്പോഴും അവൻ്റെ കള്ളച്ചിരി ഒളിഞ്ഞു നിൽക്കുന്നത് പോലെ ഗൗരിക്ക് തോന്നി. വേഗം തന്നെ നോട്ടം മായിച്ചവൾ സമയം നോക്കി. 9:45 കഴിഞ്ഞിരുന്നു. ഇനിയും വിളിക്കാതെ നിന്നാൽ ശരിയാകില്ല. പക്ഷേ എങ്ങനെ വിളിക്കും? പേര് വിളിക്കാനോ വേറെ എന്തെങ്കിലും വിളിക്കാനോ ഉള്ള അടുപ്പം തമ്മിലില്ലല്ലോ. ശങ്കിച്ചു നിന്നവൾ. കൂടെ വല്ലാത്ത ചമ്മല് തോന്നി. ഒടുവിൽ അവനെ വിളിക്കാൻ തന്നെ തീരുമാനിച്ചു ഗൗരി. ഒന്ന് ദീർഘമായി നിശ്വസിച്ചവൾ അവനെ തട്ടി വിളിക്കാൻ കൈ ഉയർത്തി മെല്ലെ അവനെ പാളി നോക്കി. ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനും മനസ്സ് വരുന്നില്ലല്ലോ. ഹരിയേട്ടാ. അവളുടെ ശബ്ദം വിറച്ചുപോയി. എവിടെ? ഹരി അറിഞ്ഞതുപോലുമില്ല. ഹരിയേട്ടാ, സമയം വൈകി, എഴുന്നേറ്റേ. മെല്ലെ അവൻ്റെ തോളിൽ കൈ ഇളക്കി വിളിക്കുമ്പോൾ ഹരിയുടെ കണ്ണുകൾ ഒന്ന് പിടച്ചു. വേഗം തന്നെ കൈ മാറ്റിയവൾ അവനെ വിളിച്ചു. ഹരിയേട്ടാ. കണ്ണുകളൊന്ന് ചിമ്മി അടച്ച് മുഖം ഇപ്പുറത്തേക്ക് തിരിച്ചു കിടന്നു ഹരി. എന്നാൽ വീണ്ടും വീണ്ടും കാതിലേക്ക് കേൾക്കുന്ന വിളിയിൽ ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു ചെരിഞ്ഞതും ബെഡിനോരത്തായി നിൽക്കുന്നവളെ ആദ്യം കാണുന്നത് പോലെ നോക്കിയവൻ. ഒരു നിമിഷം സ്വപ്നം പോലെ അന്താളിച്ച് കിടന്നുപോയി ഗൗരി. തൻ്റെ താലിയും സിന്ദൂരവും ചാർത്തി വെളുപ്പും ഇളം പച്ചയും ഇടകലർന്ന കുർത്തയുമിട്ട് പരിഭ്രമത്തോടെ നിൽക്കുന്നവൾ. ഒരുപാട് നേരം അതേ കിടപ്പ് കിടന്ന് അവളെ നോക്കിയവൻ. ഗൗരി ആകെ വിയർത്തു പോയിരുന്നു. ഉറക്കം വിട്ടുമാറാത്ത അവൻ്റെ മുഖത്തെ തിളക്കവും പ്രണയവും. നെഞ്ചിടിച്ച് പുറത്തു ചാടുമോ എന്നവൾക്ക് ഭയം തോന്നി. ഗൗരി. മുണ്ടൊതുക്കി മലർന്നു കിടക്കെ അവൻ ആർദ്രമായി വിളിച്ചു. ഒന്ന് അവനെ നോക്കി ഗൗരി എഴുന്നേറ്റ് ഹെഡ് ബോർഡിലേക്ക് ചാരിയിരിക്കുന്നവനെ കാണെ വേഗം നോട്ടം മാറ്റി. ഇത്രയും വർഷത്തെ ഇതുപോലെ മനോഹരമായൊരു കണി ഞാൻ കണ്ടിട്ടില്ല ഗൗരി. മീശ തടവി ചിരി ഒതുക്കിയാണ് അവൻ്റെ സംസാരം. ഗൗരിയുടെ ചുണ്ടും ഒന്ന് വിരിഞ്ഞു വന്നു. ഓ, സമയം 10 ആവാറായി. നീ കഴിച്ചായിരിക്കും അല്ലേ? എന്തായാലും എന്നെ കാത്തു നിൽക്കാത്തത് നന്നായി. വിശന്ന് വലഞ്ഞേന് നീ, പറയുന്നതിനോടൊപ്പം മുണ്ട് മുറുക്കിയെടുത്ത് എഴുന്നേറ്റവൻ. ഞാൻ കഴിച്ചില്ല. മെല്ലെയാണ് അവളുടെ സംസാരം. തോർത്തെടുത്ത് ബാത്റൂമിലേക്ക് കയറാൻ നിന്നവൾ അവളെ പകപ്പോടെ തിരിഞ്ഞു നോക്കി. എന്താ, നീ കഴിച്ചില്ലേ? അതെന്താ കഴിക്കാത്തത്? എന്നെ എന്തിനു കാത്തു നിന്നു? ചോദിക്കുമ്പോൾ അവൾ കാത്തിരുന്നല്ലോ എന്ന സന്തോഷവും കൂടെ ചെറിയ വേദനയും അവന് തോന്നി. അവനെ ഒന്ന് നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. നിന്നോടാ ചോദിച്ചത്, എന്തിനാ ഇത്രയും നേരം കഴിക്കാതെ നിന്നത്? വിശക്കുന്നില്ല നിനക്ക്? എന്നെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു ഗൗരി. ഇതിപ്പോൾ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നവൻ പറഞ്ഞു. അത് വീട്ടിലും ഞാൻ ആ സമയത്താണ് കഴിക്കാറ്. രാവിലെ ചായ കുടിച്ചു, അത് ശീലമായിപ്പോയി. വിറയലോടെയാണ് അവളുടെ സംസാരം. ഹരിയുടെ ചുണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞു. അവളുടെ സംസാരം നോക്കി നിൽക്കാൻ തോന്നും. താടിയൊഴിഞ്ഞവൻ അവളെ നോക്കി. ഞാൻ വേഗം വരാം, ഒന്നിച്ചു പോവാം. കുളിക്കാൻ കയറിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങി വന്നിരുന്നു ഹരി. അവനെ കാണെ ബെഡിലിരുന്നവൾ വേഗം എഴുന്നേറ്റ് നിന്നു. തോർത്ത് ചേറിൽ വിരിച്ചിട്ട് കണ്ണാടി നോക്കി മുടിയൊതുക്കി താടിയും ഒന്ന് തടവി സെറ്റാക്കി ഗൗരിയെ നോക്കി ഹരി. ഒതുങ്ങി പിടിച്ചവൻ പുറത്തേക്കിറങ്ങി. ആഹാ, എണ്ണിറ്റോ? ഇന്നലെയാണ് നിന്റെ കല്യാണം കഴിഞ്ഞത് പോലെ ബോധമുണ്ടോ ഹരി നിനക്ക്? രാവിലെ തന്നെ അമ്പലത്തിൽ പോകേണ്ടതല്ലേ രണ്ടാളും? ആ നേരത്ത് പോത്തുപോലെ കിടന്നിരിക്കുന്നു അവൻ. ഇനി എപ്പോഴാണ് നിനക്ക് ബുദ്ധി ഉദിക്കുന്നത്? പറയുന്നതിനോടൊപ്പം ഭക്ഷണമെല്ലാം ഹാളിലേക്ക് വെച്ച് സുജാതയെ കണ്ടപ്പോഴേക്കും അവൻ്റെ കൈയും വിടിവിച്ച് അടുക്കളയിലേക്ക് ഇറങ്ങിയിരുന്നു ഗൗരി. ഹരി ചിരിയോടെ കസേര വലിച്ചിരുന്നു. നീ കഴിക്കുമ്പോഴേ ഇരിക്കുന്നുള്ളെന്നും പറഞ്ഞ് എത്ര നേരം കാത്തിരുന്നതാ കൊച്ച്. ഇന്നിതാദ്യമായതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിക്കും ഹരി. പക്ഷേ ഇനിയും ഇത് ആവർത്തിക്കാനും നിന്റെ ഭാവമെങ്കിൽ. ഒന്നവനെ രൂക്ഷമായി നോക്കിയവർ പോയതും ഹരി ചിരിയടക്കി അടുക്കളയിലേക്ക് എത്തി നോക്കി. പെണ്ണ് ചായയുമായി കയറി വരുന്നുണ്ട്. നോക്ക്, നീ കഴിക്കാതിന് വഴക്ക് എനിക്കാണ് പെണ്ണെ. ഇനി ഇത് ആവർത്തിക്കരുത്. ഞാനുണ്ടില്ലേലും നീ ഉണ്ണണം, മനസ്സിലായോ? തന്നെ കസേര വലിച്ചിട്ടവൻ. കഴിക്ക്. അവൾക്കായി വിളമ്പിക്കൊടുത്ത് ചായയും ഒഴിച്ചു കൊടുത്ത് ഹരി പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കി. ചെറുതായി അവളുടെ കണ്ണ് കലങ്ങിയതുപോലെ തോന്നിയവന്. ഗൗരി, എന്തു പറ്റി? എന്തിനാ കണ്ണ് കലങ്ങിയത്? താഴ്ത്തിപ്പിടിച്ച തലയെ താടിയിൽ പിടിച്ചുയർത്തിയവൻ ആ മുഖത്തേക്ക് നോക്കി. ഗൗരിയുടെ കണ്ണുകൾ ചുവന്നിരുന്നു. എന്തു പറ്റി ഇപ്പോൾ കണ്ണു നിറയാൻ? ആർദ്രമായി അവളിലേക്ക് മുഖം ചായച്ച് ചോദിച്ചവൻ. ഗൗരി അവനെ ഒന്ന് കണ്ണുകൾ ഉയർത്തി നോക്കി. ഇത്രയും തന്നെ സ്നേഹിക്കുന്നവന്, ഇത്രയും കരുതലോടെ തന്നെ നോക്കുന്നവന് ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാളിങ്ങനെ നെഞ്ചിൽ അവൻ മാത്രം നിറയുന്നത് ഗൗരി അറിഞ്ഞു. എന്നോട് പറയാൻ പറ്റാത്ത കാര്യമാണോ?
എനിക്ക് ഹരിയേട്ടൻ്റെ കൂടെ ഇരുന്ന് കഴിക്കണം എപ്പോഴും പറയുമ്പോൾ അവളുടെ ചുണ്ട് വിറയ്ക്കുന്നത് ഹരി ശ്രദ്ധിച്ചു. ആ നിമിഷം അവളോട് വല്ലാത്തൊരു ഭ്രാന്താണ് അവന് തോന്നിയത്. നെഞ്ചിലടക്കി പിടിച്ചു വെക്കാനുള്ള അത്രയും ഭ്രാന്ത്. കൈമുഷ്ടി ചുരുട്ടി കണ്ണുകൾ ഇറുക്കി അടച്ചവൻ. അമ്മ ഒരിക്കലും അച്ഛൻ്റെ കൂടെ ഇരുന്ന് കഴിച്ചിട്ടില്ല. വല്യമ്മയും അതെ. പക്ഷേ ചേച്ചി എപ്പോഴും ശ്രീയേട്ടൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുക. അത് കാണുമ്പോൾ ഞാനും എപ്പോഴും മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. തലയാവുന്നത്രയും താഴ്ത്തി പറയുമ്പോൾ അവളുടെ കൈകൾ ഷോളിൽ മുറുകി. എന്താ ഉറപ്പിച്ചത്? വല്ലാത്തൊരു ചിരിയോടെയാണ് അവൻ്റെ ചോദ്യം. അവൾക്ക് വല്ലാത്ത വിറയൽ തോന്നി. പക്ഷേ പറയാതെ എങ്ങനെയാണ്? തൻ്റെ മനസ്സിലെ ആഗ്രഹമല്ലേ അത്, തൻ്റെ അവകാശവും. വേറെ ആരുണ്ട് തനിക്കിപ്പോൾ? എന്തും പറയാനായാലും കേൾക്കാനായാലും ഈ ഒരാൾ മാത്രമല്ലേ തനിക്കുള്ളൂ? ഗൗരി. രഹസ്യം പോലുള്ള അവൻ്റെ വിളിയിൽ അവളുടെ ശരീരമാകെ ഒന്ന് വിറച്ചു. എന്നോടൊപ്പം കഴിക്കാൻ നീ അത്രയ്ക്കും ആഗ്രഹിച്ചിരുന്നോ? അറിഞ്ഞില്ലല്ലോ കൊച്ചേ. സോറി കേട്ടോ. കാതിൽ തൊട്ടില്ല എന്ന പോലെ അവൻ്റെ മന്ത്രണം. ഗൗരി കണ്ണുകൾ മാത്രം ഉയർത്തി അവനെ നോക്കി. ഞാൻ വാരിത്തരട്ടെ എൻ്റെ പെണ്ണിന്? വീണ് കിടന്ന അവളുടെ മുടിയിഴകളെ ചെവിയിലേക്ക് ഒതുക്കി അവൻ ചോദിക്കെ ഗൗരി ഒന്നും പറയാതെ ഇരുന്നു പോയി. ഹരി ചിരിയോടെ പ്ലേറ്റ് എടുത്ത് ഒരു ദോശ മുറിച്ച് കറിയിലേക്കും ചട്നിയിലേക്കും മുക്കി അവൾക്ക് നേരെ നീട്ടിയതും ഒട്ടും പതറാതെ അവൾ വാ തുറന്നു. മനസ്സ് തുളുമ്പുന്ന പ്രണയത്തോടെ, അതിലുപരി സന്തോഷത്തോടെ അവൾക്ക് ഊട്ടുമ്പോൾ രണ്ടാളുടെയും കണ്ണുകൾ ഒരുപോലെ കലങ്ങി. എന്നാൽ ഗൗരിയുടെ കണ്ണുനീർ കവിളിലൂടെ പടർന്നു. എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ ഗൗരി, ഒരുപാടെന്നാ ഒരുപാട്. വീണ്ടും അവൾക്ക് വായിലേക്ക് വെക്കുമ്പോൾ ഹരി പറഞ്ഞു. ഗൗരി അവനെ നോക്കിയതേയില്ല. അവൾക്കുള്ളിലും സന്തോഷമായിരുന്നു. എന്തിനോ വേണ്ടി, ആർക്കോ വേണ്ടി. കുളിച്ചിറങ്ങി കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി ഉണക്കുമ്പോഴാണ് ഹരിയുടെ ബുള്ളറ്റ് മുറ്റത്തേക്ക് കയറുന്ന ശബ്ദം ഗൗരിയുടെ കാതിൽ പതിച്ചത്. അതെ, അവളുടെ ഇളം ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു തൂവി. രാവിലെ അവൻ വാരിത്തന്നതും ചായ കുടിപ്പിച്ചതും അതിനിടയ്ക്ക് ആള് കഴിക്കുന്നതും ഓരോ വിശേഷങ്ങൾ പറയുന്നതും അങ്ങനെ അരമണിക്കൂർ നീണ്ടുപോയ കാര്യങ്ങളെല്ലാം അവളുടെ മനസ്സിൽ നിറഞ്ഞു. ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാവും ഇങ്ങനെയൊരു അനുഭവം. ഒരുപാട് പ്രണയിക്കുന്ന, ഒരുപാട് കെയർ ചെയ്യുന്ന ഒരാൾ. അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഹൃദയം അവനിലേക്ക് ചാഞ്ഞു പോകുന്നത്. അതും വെറും 2 ദിവസം മാത്രം കണ്ടു പരിചയമുള്ള ഒരുവനിലേക്ക്. അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. ഹൃദയം കൊതിക്കുന്ന പ്രണയം ഒരാളിൽ നിന്ന് പകർന്നു കിട്ടുമ്പോൾ മനുഷ്യഹൃദയം അറിയാതെ അങ്ങോട്ട് ചാഞ്ഞു പോകും. അതേ ചിരിയോടെ മുടി നന്നായി ഉണക്കി തിരിയുമ്പോൾ വാതിൽക്കൽ ചാരി ഹരി നിൽപ്പുണ്ട്. വേഗം തന്നെ തല താഴ്ത്തി പിടിച്ചു നിന്നു ഗൗരി. ഷടാ, ഇതെന്തിനാ എന്നെ കാണുമ്പോൾ മാത്രം ഇങ്ങനെ തലയും താഴ്ത്തി നിൽക്കുന്നത് ഗൗരി? ഞാൻ പിടിച്ച് വിഴുങ്ങുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? വാതിൽ ചാരി നിന്ന് അകത്തേക്ക് കയറിക്കൊണ്ടാണ് അവൻ്റെ സംസാരം. അവളൊന്നും മിണ്ടാതെ നിന്നതേ ഉള്ളൂ. ദേ പിടിക്ക്. അവർ നീട്ടിയതും സംശയത്തോടെ ഗൗരി അവനെ നോക്കി. 2-3 ധാവണി ഇരിക്കട്ടെ, പിന്നെ ഒന്ന് വൈകിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ കൊടുക്കാനുള്ളതാ പറയുന്നതിനോടൊപ്പം കവർ അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അലമാരിയിലുണ്ടല്ലോ. അതുണ്ട്, പക്ഷേ ഇതുപോലെയുള്ളതില്ല. ടൗണിൽ പോയപ്പോൾ കണ്ടതാ. ആദ്യ നോട്ടത്തിൽ തന്നെ ഇഷ്ടമായി. പിന്നെ എൻ്റെ പെണ്ണ് വാങ്ങാതെ വന്നാൽ അത് മോശമല്ലേ? പറയുന്നതിനൊപ്പം ഷർട്ടഴിച്ച് ഹാങ്ങറിൽ തൂക്കിയിട്ടു ഹരി. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ രോമാവൃതമായ അവൻ്റെ വിരിഞ്ഞ നെഞ്ചിൽ കുടുങ്ങി നിന്നുപോയി. കഴുത്തിലെ സിൽവർ ചെയിൻ അവയ്ക്ക് കൂടുതൽ ഭംഗി നൽകുന്നത് പോലെ. ഗൗരിയുടെ കൈ കവറിൽ മുറുകി. അമ്മയെവിടെ? പൊടുന്നനെ അവൻ്റെ ശബ്ദം കേട്ടതും വേഗം തന്നെ നോട്ടം മാറ്റി തിരിഞ്ഞു നിന്ന് കണ്ണാടിയിൽ നോക്കി നിന്നവൾ. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും മോളും വന്നിരുന്നു. അവരോട് സംസാരിക്കുക. വിറച്ചു പറയുന്നവളെ ഹരിയും കണ്ണാടിയിലൂടെ നോക്കി. കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഇനി പെണ്ണിനെ കാണാമെന്നും പറഞ്ഞ് ഓരോരുത്തരുടെ വരവ് പ്രതീക്ഷിക്കാം. അതിനിടയിൽ നിന്റെ മുത്തശ്ശിയുടെയും വല്യച്ഛൻ്റെയും വരവ് കൂടി ഉണ്ടാവും. അവളിലേക്ക് ചാഞ്ഞുകൊണ്ട് ഹരി പറയെ ഗൗരി ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിപ്പോയി. ഏയ്, നീ പേടിക്കണ്ട. ഞാനൊരു സാധ്യത പറഞ്ഞതാ. വിവരം പറഞ്ഞ തമ്പുരാട്ടി അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു തെമ്മാടിയല്ലേ തറവാട്ടിലെ കൊച്ചിനെ മോട്ടിച്ചത്. അതിന് നാണക്കേട് അവർക്കുണ്ടാവും. ഗൗരി അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നുപോയി. എന്തായാലും ഈ വീട്ടിൽ കയറി നിന്നെ കൊണ്ടുപോകാൻ ഒരുത്തനും മനക്കോട്ട കിട്ടില്ല, പ്രത്യേകിച്ച് നിന്റെ വല്യച്ഛൻ. ചുണ്ടിനോരത്ത് പുച്ഛം നിറഞ്ഞു ഹരിയിൽ. അതുകൂടി കണ്ണാടിയിലൂടെ ഗൗരിയെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചവൻ പുറത്തേക്കിറങ്ങി. അവൻ പോയ വഴിയെ നോക്കി അങ്ങനെ തന്നെ നിന്നു ഗൗരി, മനസ്സിൽ ചെറുതായി ഭയം നിറച്ചുകൊണ്ട്. ദോഷ മോനാണവൻ. രണ്ടിനെയും ജീവിക്കാൻ സമ്മതിക്കരുത് വിശ്വ. ഈ തറവാടിൻ്റെ പേര് കളഞ്ഞ് ഒരുത്തിനും സന്തോഷത്തോടെ ജീവിക്കേണ്ട. വല്ലാത്ത പക നിറഞ്ഞിരുന്നു രാജേശ്വരിയുടെ മുഖത്ത്.
ഹരിയുടെയും ഗൗരിയുടെയും കാര്യം നാടാകെ അറിഞ്ഞിരുന്നു. പലരും കുശുകുശുക്കുന്നതും നേരിട്ട് വിശ്വയുടെ തിരക്കുന്നതും എല്ലാം കാണെ അവർക്ക് ദേഷ്യം കൂടിയതേ ഉള്ളൂ. എന്ത് ചെയ്യാനാ അമ്മേ, ഇവിടെയുള്ളവർ തന്നെയാണ് അവന് വേണ്ട സൗകര്യം ഒരുക്കിയത്. ആങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ ഏർപ്പാടാക്കിയപ്പോൾ അച്ഛൻ പോയി അനുഗ്രഹിച്ചിരിക്കുന്നു. അവർക്കാണ് ആദ്യം പൊട്ടിക്കേണ്ടത്. വിശ്വ പല്ല് കടിച്ചു. കൃഷ്ണൻ ഇപ്പോൾ ആ പഴയ കൃഷ്ണനൊന്നുമല്ല. ഒന്നും പറഞ്ഞാൽ മിണ്ടാതെ ഒതുങ്ങി നിന്നവൻ ഇപ്പോൾ എനിക്കെതിരെ നാവുയർത്താൻ തുടങ്ങിയിരിക്കുന്നു. പിന്നെ കിച്ചു, അവനോട് സംസാരിച്ച് ഒരിക്കലും ജയിക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളുടെ കാര്യം വരുമ്പോൾ അവൻ ആളാകെ മാറും. നീ കണ്ടതല്ലേ അവനെ. രാജേശ്വരി ഇനി എന്താ എന്ന ചിന്തയോടെ മകനെ നോക്കി. പിന്നെ അവനെ എതിർക്കാനാണോ അമ്മ പറയുന്നത്? അമ്മയ്ക്ക് അവനെ ശരിക്കും അറിയില്ല. വല്ലാത്ത സ്വഭാവമാണ് അവൻ്റെ. സ്നേഹിച്ചാൽ ചങ്കു പറിച്ചു കൊടുക്കും. അതുപോലെ അവന് സ്നേഹിച്ചവരെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ പിന്നെ അവനെ പിടിച്ചാൽ കിട്ടില്ല. അന്ന് അവൻ്റെ കൂടെ ഉള്ളവനിൽ ഒരുവിനെ തൊട്ടതിനല്ലേ എനിക്കിട്ട് അവൻ തന്നത്. ഇന്നിപ്പോൾ അവൻ്റെ പെണ്ണാണ് ഗൗരി. അവൻ്റെ ജീവനാണ് അവൾ. ഇരിക്കാൻ നോക്കിയാ എനിക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല അമ്മേ. രാജേശ്വരി ഒന്ന് പുച്ഛത്തോടെ ചിരിച്ചു. നീ പറഞ്ഞതുപോലെ അവളാണ് അവൻ്റെ ജീവനെങ്കിൽ അവളെ നമുക്കിങ്ങെടുക്കാം. അങ്ങനെ അവൻ തളരണം. അവൻ്റെ മുമ്പിൽ സ്വന്തം ഭാര്യയെ പെടുന്നത് കാണുമ്പോൾ അവൻ നോവണം. ഞാൻ അവൻ്റെ മുമ്പിൽ അനുഭവിച്ച ഓരോ നാണക്കേടിനും അവൻ വേദന അനുഭവിക്കണം. അത് ഗൗരിയെ വേദനിപ്പിച്ചിട്ടാണെങ്കിലും. കണ്ണുകളിൽ പക നിറച്ച് രാജേശ്വരി പറയെ വിശ്വ ഞെട്ടലോടെ അമ്മയെ നോക്കി. അവളെ കൊല്ലാനാണോ അമ്മ പറഞ്ഞു വരുന്നത്? ഹേയ്, അവളെ കൊല്ലാനോ? എന്തില്ലേലും എൻ്റെ പേരക്കുട്ടിയല്ലട വിശ്വ. അവൾ കൊല്ലണ്ട. പകരം അവൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ സമ്മതിക്കരുത്. വലിച്ചിവിടെ കൊണ്ടുവന്ന് മരകിപ്പിക്കണ പുന്നാര മോളെ അതവൻ കാണണം. ഒന്നും ചെയ്യാൻ കഴിയാതെ അവൻ നോക്കി നിൽക്കണം. അവർ കുടിലതയോടെ ചിരിക്കെ വിശ്വയും എന്തോ ചിന്തയിൽ ചിരിച്ചുപോയി. കടും പച്ചയും പിങ്കും ഇടകലർന്ന ദാവണി ചുറ്റി മുടി വിരിച്ചിട്ട് കുഞ്ഞു പൊട്ടും തൊട്ട് വരുന്നവളെ ഒരു നിമിഷം കണ്ണെടുക്കാതെ നോക്കി നിന്നു ഹരി. വല്ലാത്ത അഴകായിരുന്നു ആ നിമിഷം പെണ്ണിന്. ഹൃദയത്തിൽ കുരുങ്ങിപ്പോകുന്ന പോലെയുള്ള അഴക്. ആ തുടുത്ത കവളിൽ ഒന്നമർത്തി ചുംബിക്കാൻ ഹരിയുടെ ഹൃദയം വല്ലാതെ വെമ്പി. ചിരിയോടെ ഷോള് ശരിയാക്കി നോക്കിയതും ഹരിയുടെ മുഖത്തേക്കാണ്. അവൾ ആകെ ചൂളിപ്പോയി. വേഗം തന്നെ കണ്ണു വെട്ടിച്ചു മാറ്റിയവൾ. ഏട്ടനും ഏട്ടത്തെയും മാച്ചാണല്ലോ, പച്ചയും പച്ചയും. ഇതു പറയെ ഹരി മീശത്തുമ്പ് കടിച്ച് ചിരിയടക്കുമ്പോൾ ഗൗരി അവനെ മുഴുവനായും ഒന്ന് നോക്കിപ്പോയി. കടും പച്ച ഷർട്ടും അതേ കരയുള്ള വെള്ളമുണ്ടും മുടി നന്നായി ചീകി പുറകിലേക്ക് വെച്ചിട്ടുണ്ട്. ആ മുഖത്തെ ഇളം ചിരിയും കണ്ണിലെ തിളക്കവും മാത്രം മതി അവൻ്റെ ഭംഗി കൂട്ടാനെന്ന് ഗൗരിക്ക് തോന്നിപ്പോയി. ഹരി അമ്മയോട് തലയാട്ടി ബൈക്കിലേക്ക് കയറി. പോയി വരാം അമ്മ. മനസ്സിലെ എല്ലാ ഭാരവും ഇറക്കി വെച്ചോ മോളെ. ഇനി പഴയതൊന്നും മോൾക്ക് വേണ്ട. എല്ലാം കൃഷ്ണന് തന്നെ കൊടുത്തേക്ക്. സുജാത പറയെ അവൾ തലയാട്ടി ചെരുപ്പിട്ട് ഹരിയുടെ അടുക്കലേക്ക് നടന്നു. ബൈക്ക് ബാലൻസ് ചെയ്ത് നിൽക്കുന്നവനെ അവൾ ദയനീയമായി നോക്കിപ്പോയി. അതെ, കയറ് ഗൗരി. ഹരി അവളെ സൂക്ഷിച്ചു നോക്കി. എനിക്ക് ബൈക്കിലേക്ക് കയറാൻ പേടിയാ, മെല്ലെ പറഞ്ഞവൾ. ഹരി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചതും പൊടുന്നനെ അവനിലേക്ക് ചാഞ്ഞു പോയവൾ. ദേ അവിടെ ചവിട്ടി എൻ്റെ തോളിൽ പിടിച്ച് കയറിയിരിക്കെ, എന്നിട്ട് എന്നെ വട്ടമിട്ട് പിടിച്ചാൽ മതി, ഒന്നും സംഭവിക്കില്ല. കള്ളച്ചിരിയോടെ അവൻ പറയെ ഗൗരി അറിയാതെ തലയാട്ടിപ്പോയി. അവൻ പറഞ്ഞതുപോലെ ഇരിക്കുമ്പോൾ അവളുടെ നെഞ്ചിടിപ്പ് കൂടിപ്പോയി. കൈകൾ അവൻ്റെ തോളിൽ അമർത്തി പിടിച്ചു. കയ്യിൽ പിടിച്ചു കൊടുത്തു. ദേ ഇത്രയേ ഉള്ളൂ. ഇനി ആ കൈയെടുത്ത് വയറിൽ ചുറ്റ്. ഇങ്ങനെ. ഇപ്പോൾ ഓക്കെ അല്ലേ? പറയുന്നതിനൊപ്പം കൈയെടുത്ത് വയറ്റിലൂടെ ചുറ്റി ഹരി. ചമ്മലോടെ മുഖം താഴ്ത്തിയവളെ കണ്ണാടിയിലൂടെ നോക്കിയവൻ ബൈക്ക് മുന്നോട്ടെടുത്തു. സുജാതയുടെയും ഹീതുവിൻ്റെയും ചുണ്ടിൽ പുഞ്ചിരി വിരഞ്ഞു. ഇങ്ങോട്ട് മിണ്ടി വരുന്നവരോടൊക്കെ ഒരു വാക്കുകൊണ്ട് ഉത്തരം നൽകി ഗൗരവത്തോടെ തൻ്റെ കയ്യും പിടിച്ചു നടക്കുന്നവനെ കാണെ നോക്കി നിന്നുപോയി ഗൗരി. ആ കള്ളച്ചിരിയില്ല. എന്തിന് ഒരു പുഞ്ചിരി പോലും ആ മുഖത്തില്ല. തീർത്തും ഗൗരവം. അതുപോലെ അവനെ കാണുന്ന പലരുടെയും മുഖത്ത് ഭയം, പേടി, അങ്ങനെ പലതും മിന്നിമായുന്നുണ്ട്. തങ്ങളെ നോക്കി രഹസ്യമായി പലതും പറയുന്നവർ അവനെ കണ്ടാൽ ഒന്നും മൗനമാകും. ആ മുഖത്തേക്കൊന്നും നോക്കുക കൂടി ചെയ്യുന്നില്ല. അത്രയ്ക്കും പേടിയാണോ ആളെ? ഗൗരി ചിന്തിക്കാതെ ഇരുന്നില്ല. എന്നാലും ഒരു കാര്യം അവൾക്ക് മനസ്സിലായിരുന്നു. തൻ്റെ അടുക്കൽ പുഞ്ചിരിയോടെ വാതോരാതെ സംസാരിക്കുന്ന ഹരിയല്ല പുറത്ത്. തീർത്തും വേറെ ഒരാൾ. എല്ലാം തൻ്റെ അടുക്കൽ മാത്രമാണ്, തന്നോട് മാത്രം. ഓർക്കുമ്പോൾ തന്നെ നെഞ്ചിലൊരു വസന്തം വിരിഞ്ഞു വന്നത് ഗൗരി അറിഞ്ഞു. കണ്ണനോട് നന്ദി മാത്രമേ അവൾക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. തൊഴുത് പുറത്തേക്കിറങ്ങുമ്പോൾ ആൽത്തിറയുടെ ചുവട്ടിൽ അവൻ്റെ ആളുകൾ ഇരിപ്പുണ്ട്. അവർ നേരെ പോയത് അങ്ങോട്ടേക്കാണ്. കയ്യിൽ പൊതിഞ്ഞു പിടിച്ച് ചിരിയോടെ നടന്നു വരുന്നവനെ കാണെ മൂന്നാളും മുഖത്തോട് മുഖം നോക്കി.
പെങ്ങളെ സുഖമല്ലേ? ഗൗരിയെ നോക്കി അജയ് ചോദിക്കെ അവൾ എല്ലാവരെയും നോക്കി ചിരിയോടെ തലയാട്ടി. അവരോട് ഓരോന്നും പറഞ്ഞ് അവിടെ കൂടുമ്പോൾ ഹരിയുടെ കൈയും പിടിച്ച് അവനിലേക്ക് മാത്രം ഒതുങ്ങി നിന്നു ഗൗരി. ഇടയ്ക്കെപ്പോഴോ കണ്ണു വെട്ടിച്ച ഗൗരി കണ്ടിരുന്നു തങ്ങളെ നോക്കി എന്തോ പറയുന്ന 2-3 സ്ത്രീകളെ. അവരുടെ മുഖത്തെ ഭാവം കാണെ അവൾക്ക് ചിരി വന്നുപോയി. പേടിയോടെ ഹരിയെ നോക്കി. എന്നാൽ ഇടയ്ക്ക് ഗൗരിയെ കൈ കാണിച്ചാണ് അവരുടെ സംസാരം. ഈ ചെറിയ നിമിഷത്തിൽ തന്നെ ഇവൻ കൂടെയുള്ളപ്പോൾ ആരും തന്നെ ഒന്നും ചെയ്യില്ല എന്ന വിശ്വാസം അവൾക്ക് വന്നിരുന്നു. ഇളം ചിരിയോടെ അവൻ്റെ കൈ അവളും കോർത്തു പിടിച്ചു. അതറിഞ്ഞതുപോലെ ഹരിയുടെ കണ്ണുകൾ വിടർന്നു. ചുണ്ടിൽ പുഞ്ചിരി തത്തിക്കളിച്ചു. അമ്മ ഒന്നും പറഞ്ഞില്ല. കയ്യിലുള്ള ഗ്ലാസ് ഒന്ന് കയ്യിലിട്ട് കറക്കി ഹരി ചോദിക്കെ ബീട്രൂട്ട് മുറിച്ചുകൊണ്ടിരുന്ന സുജാത അവനെ ഒന്ന് നോക്കി. ആദ്യം ചെറിയ ടൈറ്റൊക്കെ ആവും. അതും പറഞ്ഞ് ഇത്ര നല്ല അവസരം വിടാൻ പറ്റുമോ അമ്മേ? ഈ വീടിൻ്റെ ആധാരം വെച്ചോ ഇല്ലെങ്കിൽ വേറെ ലോൺ വഴിയോ പണം എടുക്കണം. പിന്നെ വേഗത്തിന് രജിസ്ട്രേഷൻ നടക്കും. 3 മാസം അതിനുള്ളിൽ വെച്ച് തിരിച്ചെടുക്കാം. സൂപ്പർ മാർക്കറ്റ് വാങ്ങുന്ന കാര്യം സുജാതയോട് പറയുകയാണ് ഹരി. രാത്രിയിലേക്കുള്ള ബീട്രൂട്ട് മുറിച്ചു വെക്കുകയാണ് സുജാത. ഗൗരിയും ഹീതുവും കൂടി ഹീതുവിൻ്റെ മുറിയിലാണ്. അവൾക്ക് നാളെ ടെക്സ്റ്റ് ആണെന്നും പറഞ്ഞ് അവളെ സഹായിക്കാൻ ഗൗരിയും കൂടി. അത്ര പെട്ടെന്ന് എടുക്കാൻ പറ്റുമോ ഹരി? അതിനുള്ള പണമൊക്കെ അവിടുന്ന് കിട്ടുമോ? ബിബിയും മുസ്തുവും ഒക്കെ ലോൺ എടുത്ത് തന്നെയാണ് പണം അടയ്ക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് 3 മാസത്തിൽ തന്നെ വെച്ചത് തിരിച്ചെടുക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ലോൺ എടുക്കണം. എന്തായാലും ബൈക്കിനെടുത്തിട്ട് കാര്യമില്ല. ഹരി എഴുന്നേറ്റു. നീ വേണ്ടതുപോലെ ചെയ്യ്. ഇപ്പോഴുള്ള കുടുംബശ്രീയിലെ ലോൺ 2 മാസം കൊണ്ട് തീരും. പിന്നെ നിന്റെ ക്ലബിലെ ലോണും എല്ലാം കൂടി നിനക്ക് താങ്ങാൻ പറ്റുവാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അവൻ്റെ പുറകെ സുജാതയും കയറി അടുക്കളയിലേക്ക് നടന്നു. ഗൗരി മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹരി ബൈക്ക് എടുത്തു പോയിരുന്നു. അവനെ ഒന്ന് നോക്കാൻ സിറ്റ് ഔട്ടിലേക്ക് ഓടി വന്നവൾ പക്ഷെ അവനെ കണ്ടില്ല. കുറച്ചു സമയം ഹാളിലെ സോഫയിൽ ഇരുന്നവൾ തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചെറുതല്ലാത്ത സന്തോഷം അവളിൽ നിറഞ്ഞു.